SD വേണുഗോപാൽ മാധ്യമപ്രവർത്തകനാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒട്ടേറെ പദ്ധതികളൊക്കെ കൊണ്ടുവന്നിരുന്നു. അതായത് ഡച്ച് മാതൃകയിലുള്ള ഒരു പദ്ധതി 2019 ആദ്യമായി അതിൻ്റെ സംരംഭം കൊണ്ടുവന്നത്. 4.5 കോടി രൂപയുടെ ഒരു വെള്ളപ്പൊക്ക ലഘൂകരണ പദ്ധതി എന്നുള്ള രീതിയിലാണ് കൊണ്ടുവരുന്നത്. പക്ഷേ അതിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റവന്യൂ ജിയോളജി വകുപ്പുകൾ തമ്മിലുള്ള തർക്കം കാരണം ഈ മണൽവാരൽ അവിടെ വെച്ച് പാതി വഴിയെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഒപ്പം മണൽ ഓഡിറ്റിംഗ് എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ 17 നദികളിൽ 464 ലക്ഷം ക്യൂബിക് മീറ്റർ മണലുണ്ടെന്നാണ് ഈ മണൽ ഓഡിറ്റിങ്ങിൽ കണ്ടെത്തി. അതിൽ 141 ലക്ഷം ക്യൂബിക് മീറ്റർ മണൽ നമുക്ക് ഖനനം ചെയ്യാമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി വന്നിരുന്നു. അങ്ങനെ അപ്പോൾ ഇത്രയും സർക്കാരിനുണ്ട് ഒരു ഖജനാവിലേക്ക് വരേണ്ട പൈസ കൂടിയാണ്. ഇപ്പം നമ്മൾ പരിസ്ഥിതിവാദമൊക്കെ പറയുകയാണെങ്കിൽ പോലും സർക്കാരിൻ്റെ ഖജനാവിലേക്ക് വരേണ്ട പൈസ കൂടിയാണ്. ഇങ്ങനെയുള്ള അധികമുള്ള നിയന്ത്രിതമായ രീതിയിൽ മണൽ വാരൽ പ്രായോഗികമല്ലേ? ഞാനതാണ് അടിവരയിടാൻ പോകുന്നത്. നിയന്ത്രിതമായ രീതിയിലുള്ള മണൽ വാരൽ എന്ന് പറഞ്ഞു. ശരിയാണ്, നിയന്ത്രിതമായ രീതിയിൽ മണൽ വാരാൻ. പക്ഷെ നിയന്ത്രിതമായ രീതിയിൽ മണൽ വാരാൻ ആര് നിയന്ത്രിക്കും? ഞാൻ ഒരു ചെറിയ ഉദാഹരണം മാത്രം പറയാം. ഇപ്പോ പമ്പയാറും മണിമലയാറും കൂടെ ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ നദി വരട്ട 13 കിലോമീറ്റർ നീളം. അത് ആ നദി ഏതാണ്ട് മരണാസന്നമായി കിടന്നിരുമ്പോൾ അതിനെ പുനരുജ്ജീവിപ്പിക്കാനായിട്ട് മന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ ഒരു പരിശ്രമം ഉണ്ടായി. അതിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും ഒന്നിച്ചു. ഇന്ന് മാത്യു ടി തോമസ്, അന്ന് ഇവിടുത്തെ MLA ആയിരുന്ന KK രാമേന്ദ്രൻ നായർ, വീണ ജോർജ് തുടങ്ങിയ MLA മാരും അതുപോലെ കുമ്മനം രാജശേഖരനടക്കം രാഷ്ട്രീയ നേതാക്കളും എല്ലാം അതിനോട് യോജിച്ചുകൊണ്ട് ഇവിടെ ഒരു വലിയ യജ്ഞമായിട്ട് വന്നത്. അത് വളരെ ഒരു പോസിറ്റീവായ സംഭവം എന്നുള്ള നിലയ്ക്കാണ് കണ്ടത്. കാരണം ഒരു നദി വന്നു കഴിഞ്ഞാൽ അതിന്റെ കരപ്രദേശങ്ങളെല്ലാം വളരെ കയ്യേറ്റം ഉണ്ടായിരുന്നു ആ പ്രദേശങ്ങൾ. അപ്പൊ കയ്യേറിയ ആളുകൾ തന്നെ സ്വമേധയ വിട്ടുകൊടുത്തുകൊണ്ടാണ് അന്ന് അതിന്റെ ആ പ്രവർത്തനങ്ങൾ. അതിന്റെ 1ാം ഘട്ടം നടന്നു. അപ്പൊ കയ്യേറിയ സ്ഥലങ്ങൾ ഒഴിവാക്കി അവിടെ ആളുകൾ തന്നെ പൈസ കൊടുത്ത് തന്നെ സ്വമേധയ ഈ സ്ഥലം വിട്ടുകൊടുക്കുകയും അവിടെ കുഴിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ 2ാം പിണറായി സർക്കാരിന്റെ സമയത്ത് ഈ നദിയിൽ 18-ലെ വെള്ളം വന്ന് കയറിയിട്ട് അവിടെ മണ്ണും ചെളിയും എല്ലാം നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് മണ്ണും ചെളിയും നീക്കി അതിനെ ആഴം കൂട്ടണം, അതിന്റെ ഈ നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു കണ്ടെത്തൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഈ വർക്കുകൾ ലേലം ചെയ്തു. അപ്പൊ ഈ ടെൻഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ടെൻഡർ പിടിച്ചിട്ട് പിന്നെ നടന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടാൽ സഹിക്കില്ല. ആ രീതിയിൽ മോട്ടോറുകൾ കൊണ്ടിട്ട് മണൽ ഊറ്റി മാറ്റിയായിരുന്നു. ഒരു ചെളി മാറ്റുന്നില്ല, ചെളി അങ്ങോട്ട് വാരി ആ സൈഡിലോട്ട് കോരി ഇട്ടിട്ട് ഈ മണൽ മുഴുവൻ ഊറ്റിയെടുക്കുന്ന ഒരു വലിയ പ്രവർത്തനമാണ്. ഇപ്പോ മുഖ്യമന്ത്രിക്ക് ഇതിന്റെ വാസ്തവം അറിയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെങ്ങന്നൂരിലെത്തിയിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നേതാവാണ് മനീഷ് കുമാർ എന്ന് പറഞ്ഞ ആള്, ചെങ്ങന്നൂർ നഗരസഭാ ചെയർമാൻ. ആ നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിലാണ് ഇടനാട്ടിൽ നടന്ന ഈ മണലൂറ്റിനെതിരെ അവിടെ സമരം നടന്നത്. അവിടെ മുഴുവൻ വെട്ടി തോണ്ടി ആ നദിയാണെന്ന് തോന്നാത്ത രീതിയിലാണ് അത് കിടക്കുന്നത്. വന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാകും അതാണ് നിയന്ത്രിതമായ മണൽവാരൽ എന്ന് നമ്മൾ പറയുന്നത്. അത് അവിടുന്ന് നീണ്ടു വന്ന സമയത്ത് ഞങ്ങളുടെ ആ ഭാഗത്തേക്ക്, ഞാൻ വട്ടാറിന്റെ തീരത്താണ് താമസിക്കുന്നത്, ഈ പുനരുജ്ജീവന പദ്ധതിക്ക് തോമസ് ഐസക്കിന് വാർത്താ സംബന്ധമായിട്ടും അല്ലാതെ ഞാൻ മാതൃഭൂമിയിലായിരുന്നപ്പോൾ മാതൃഭൂമിയുടെ എല്ലാ സപ്പോർട്ടും ആ പദ്ധതിക്ക് നമ്മൾ കൊടുത്തതാണ് ആ യജ്ഞത്തിൽ. അതിനോട് നിന്ന് ഞങ്ങൾ എല്ലാ രീതിയിലും അതിനോടൊപ്പം നിന്നതാണ്. പക്ഷേ ഈ മണൽവാരൽ അവിടെ എല്ലാം കൊണ്ട് JCB കൊണ്ടിട്ടിട്ട് അതിന്റെ കൈ അഴിച്ചു മാറ്റി എത്രയും വളരെ നീളമുള്ളൊരു കൈ ഇട്ടിട്ട് അത് എത്രത്തോളം ആഴത്തിൽ പോകാമോ അത്രത്തോളം കോരിയെടുക്കുന്ന രീതിയിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ ഇതിനെ തടസ്സപ്പെടുത്താൻ ചെന്നപ്പോഴത്തേക്കും ഇതിന്റെ പിന്നിലുള്ള മണൽ ലോബി അവർ എല്ലാ രീതിയിലും ഞങ്ങളെ എതിർക്കുന്ന ഒരു സമീപനമായിട്ട് വന്നു. അന്ന് ആലപ്പുഴ ജില്ലാ കളക്ടറെ പോയി കണ്ട് ഞങ്ങൾ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ടെൻഡർ എടുത്തിരുന്ന കോൺട്രാക്ടർ മരിച്ചു, ഇത് അനധികൃതമായിട്ട് വാരിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. ആ അനധികൃതമായ വാരൽ ഒത്താശ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടുത്തെ ഇറിഗേഷൻകാരൻ AXC അടക്കമുള്ള ആളുകളാണ് സപ്പോർട്ടുമായിട്ട് വരുന്നത്. അപ്പൊ ഞങ്ങൾ ചോദിച്ചത് എത്രയാണ് നിങ്ങൾ വാരുന്നത്? അപ്പൊ പറഞ്ഞു ഞങ്ങൾ അത് അളവുണ്ട്. അപ്പൊ അളവെന്താ? 6 മീറ്റർ, 4 മീറ്റർ, 3 മീറ്റർ എന്ന് പറഞ്ഞ കുറെ അളവുകൾ ഞങ്ങളെ കാണിച്ചു. ഇതിന് വെള്ളത്തിനടിയിൽ ഇത് എത്ര വാരുന്നു എന്നുള്ള അളക്കാൻ പറ്റുന്നു? മനസ്സിലാക്കാൻ പറ്റും? സാധാരണ ജനങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ രീതിയിലുള്ള വൻ കൊള്ളയാണ് ഈ ഒരു കൊച്ചു നദിയിൽ നടന്നു. 13 കിലോമീറ്റർ നീളം. അത് നടന്നെന്ന് പറഞ്ഞാൽ അതിന് പകുതി വരെ നടന്നുള്ളൂ. ഞങ്ങളുടെ ശക്തമായ പ്രതിരോധം മൂലം ആ പ്രവർത്തനം നിർത്തിവെച്ചു. ഞങ്ങൾക്കറിയാം തീർച്ചയായിട്ടും അവർ വീണ്ടും വരുമെന്നറിയാം. അപ്പൊ മറ്റൊന്നുകൂടി ഞാൻ പറയാം, ഇതിനകത്തുണ്ടായ പ്രലോഭനങ്ങൾ വളരെ വലുതാണ്. കാരണം ഞാൻ ഇതിന്റെ മുന്നിൽ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ സൗഹൃദ വലയത്തിൽ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള പല ആളുകളെ കൊണ്ടും
ഇതിൽ നിന്ന് പിന്മാറ്റാൻ എന്റെ അടുക്കൽ ശ്രമം ഉണ്ടായി. ഇതിനകത്തുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് പല രീതിയിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടായി, സാമ്പത്തികമായിട്ടും അല്ലാതെയല്ല. അപ്പൊ അത്തരത്തിലുള്ള സംഗതികളെല്ലാം ഇതിന്റെ പിന്നിലുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിനകത്തെ നിർദ്ദേശം എന്താണെന്ന് അറിയാം? വരട്ടാറിലെ ചെളിയും മണ്ണും മാറ്റിയിട്ട് നീരൊഴുക്ക് സുഗമമാക്കുക എന്നുള്ളതായിരുന്നു. ആ ഒരു വർക്കിനകത്ത് നടന്ന പ്രവർത്തനം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലെ മുഴുവൻ നദികളിലെ മണൽ എടുത്ത് ഇവിടുത്തെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാം എന്ന് പറയുന്നതിന്റെ പിന്നില് ഉദ്ദേശശുദ്ധിയിൽ എനിക്ക് ബലമായ സംശയം. ഈ പരിമിതമായ രീതിയിൽ നമ്മൾ ഇതിന്റെ പ്രവർത്തനം നടക്കുമെന്ന് പറഞ്ഞാൽ ആരിത് നിയന്ത്രിക്കും, ആരാണ് ഇതിന്റെ പരിമിതം എന്നുള്ളതിനെ നിർവചനം ഉണ്ടാക്കുന്നതെന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോട് കൂടിയാണ് ഈ സംഭവം മുഴുവൻ നടക്കുന്നത്. എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോട് കൂടിയാണ്. ഇതിനപ്പുറത്ത് നേരത്തെ പറഞ്ഞ ഈ നമ്മുടെ വയലുകളുടെ നികത്തൽ, ഇപ്പൊ പത്മകുമാർ സാർ പറഞ്ഞല്ലോ, കുട്ടനാട് ഇങ്ങനെ ഈ രീതിയിൽ ആയത് എങ്ങനെയാണ്? കുട്ടനാട്ടിലെ മുഴുവൻ തോടുകളും നികത്തി അത് മുഴുവൻ റോഡുകളാക്കി മാറ്റി, അതാണ് വികസനം എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പം സി ആർ പരമേശ്വരൻ പറഞ്ഞ പോലെ ഇവിടെ ഇതിനൊന്നും നമ്മുടെ നിർമ്മാണ മേഖലയിലൊക്കെ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കൊന്നും യാതൊരു നിയന്ത്രണമില്ല. കുട്ടനാട്ടിൽ ഇപ്പം നമുക്ക് ഉണ്ടാകുന്ന കെട്ടിടങ്ങൾ, ആ കെട്ടിടങ്ങൾ നോക്കിയാൽ അറിയാം. കാരണം കുട്ടനാടിന്റെ പരിസ്ഥിതി കിണങ്ങുന്ന രീതിയിലുള്ള ഒരു നിർമ്മാണ മാതൃകയല്ല അവിടെ നടക്കുന്നത്. 3-4 നിലയിലുള്ള കെട്ടിടങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ അത് നിൽക്കില്ല, അത്തരം കെട്ടിടങ്ങൾ. കാരണം അത്രത്തോളം മാർഷി ലാൻഡാണ്. ആ ലാൻഡിനകത്ത് ഇത് ഉറക്കത്തില്ല. പക്ഷെ വികസനം ഈ രീതിയിൽ ബഹുതല കെട്ടിടങ്ങളാണ് എന്ന് ധരിച്ചിരിക്കുന്ന നമ്മുടെ കുറെ നേതാക്കന്മാർ ചേർന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ തിരുവല്ലയിൽ നിന്ന്, ഞാൻ കോളേജിൽ പഠിച്ചിട്ട് ചങ്ങനാശ്ശേരി NSS കോളേജിലാണ്. അന്ന് ഞാൻ പോകുമ്പോൾ മുത്തൂറിനപ്പുറം 2 സൈഡിലും പെരുന്നവരെ വയലായിരുന്നു. ഇന്ന് ഒരു തരി വയല് ആ പ്രദേശത്ത് എവിടെയെങ്കിലും കാണാൻ. ഇതൊക്കെ നികത്തിയത് എങ്ങനെയാണ്? ഇതെല്ലാം വികസനത്തിന്റെ പേരില്ല. ഇപ്പൊ നമ്മൾ ഈ വെള്ളപ്പൊക്കത്തെ പറ്റി പറയുമ്പോൾ ഈ മണലിനെ പറ്റി മാത്രമേ പറയുന്നു. നികത്തപ്പെട്ട ഇതുപോലുള്ള സാധനങ്ങൾ അനധികൃതമായി രാഷ്ട്രീയ ഒത്താശയോടുകൂടി നടന്ന ഇത്തരം പ്രവർത്തനങ്ങളെ പറ്റി ആരും മിണ്ടുന്നില്ല. എല്ലാവരും മണൽ ആണ് ഇതിന്റെ പ്രധാന വില്ലൻ എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോഴത്തെ ഈ പ്രളയം വന്നപ്പം മുതലുള്ള പ്രചരണം. എനിക്ക് എന്റെ ബലമായ സംശയം, ഈ പ്രളയം മണൽ ലോബി ഒരു വലിയ മണൽ കൊള്ളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രിത ആലോചനയിൽ അല്ലെങ്കിൽ ഗൂഢാലോചനയ്ക്ക് കാരണമാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ വെള്ളപ്പൊക്കത്തിന്റെ പേരിൽ ഈ ആളുകൾക്കിടയിൽ ഈ രീതിയിൽ ഒരു പ്രചരണം ഒഴിച്ചുകൊണ്ട് നമ്മുടെ ഒരു ചിന്താഗതി ആ രീതിയിലേക്ക്, പൊതുജന ചിന്താഗതി ആ രീതിയിലേക്ക്, ഒരു ഒപ്പീനിയൻ ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ ഉള്ള ആസൂത്രിതമായ ഒരു നീക്കമാണ് നടക്കുന്നത്. അതിനറിഞ്ഞോ അറിയാതെ മുഖ്യമന്ത്രി അതിന്റെ ഭാഗമായിട്ടുണ്ട്. നേരത്തെ തന്നെ ആരോപണം ഉണ്ടായിരുന്നു, മനുഷ്യനിർമ്മിത പ്രളയം എന്നുള്ള രീതിയിലൊക്കെ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതുപോലെ മണൽ ലോബിയുടെ ഒരു ശ്രമം കൂടി ഉണ്ടെന്നുള്ളത് ST വേണുഗോപാൽ ആരോപിക്കുന്നു. എന്തായാലും ശ്രീ